നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. കുറച്ച് ദിവസമായി തന്റെ ഓഫീസിൽ നിന്ന് വരണമെന്ന് വിചാരിക്കുന്നു. കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടി. എന്റെ ഭാഗ്യം. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ഞാന് ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാൻ വാങ്ങാം. ഇഡ്ഡലി, ദോശ, മസാല ദോശ, എന്താ വേണ്ടത്? അതല്ല, രാവിലെ കഴിക്കാഞ്ഞിട്ട് കായ്ക്കൊക്കെ ഒരു ഒരു 2 പെഗ്. അത് ശരി. അതിപ്പോ ഓഫീസിൽ പറ്റില്ലല്ലോ. വേണ്ട, ഞാൻ മറന്നു കഴിച്ചോളാം. 2 പെഗിന് എത്ര ആശാവും? 100 രൂപ ആയിക്കോട്ടെ. വണ്ടിക്ക് ലേശം പെട്രോൾ അടിക്കണം. സാർ, ഞാനിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരുമാനമൊന്നും ആയിട്ടില്ല. ഇല്ല, ഇനി ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഉണ്ടെങ്കിൽ തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല, സാറിന് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എന്റെ മനസ്സ് വിഷമിക്കും. അതുകൊണ്ടാ. ഇത്തവണ എന്നെ ഉപേക്ഷിക്കരുത്. താങ്ക് യു. സാർ എന്നോട് താങ്ക്സ് പറയരുത്. സാറിന്റെ ചോറാണ് ഈ ശരീരം. എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്യോ? ഇനി കാശ് മാത്രം ചോദിക്കരുത്. കാശല്ല, തന്റെ ഈ ബിസിനസ്സിൽ എന്നെ കൂടെ ചേർക്കാവോ? അയ്യോ സാർ, അത് വേറൊന്നും വേണ്ട, ഒരു ജോലി പോലെ മതി. വേറൊരിടത്ത് ചെന്ന് ജോലി ചോദിക്കാനുള്ള വിഷമം കൊണ്ടാ പലരും തരാൻ മടിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രസ്റ്റീജ്. ഇവിടെ ആവുമ്പോ തനിക്ക് എന്നെ അറിയാം, എനിക്ക് തന്നെ അറിയാം. ആ ഒരു റെസ്പെക്ട് താൻ എനിക്ക് തരുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. സാർ, അത് തന്നെ എന്റെയും പ്രശ്നം. സാർ ഇവിടെ ഒരു ജോലിക്ക് വരികയെന്ന് വെച്ചാൽ എനിക്കത് വയ്യ സാർ. സാറിന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നതിനെ വിറച്ചിട്ടാ. സാരല്ല, വേണ്ട. എന്തേലും ഒരു തൊഴിൽ ചെയ്തിരുന്നെങ്കിൽ നിമ്മയ്ക്ക് സന്തോഷമാവുമായിരുന്നു. ചേച്ചി എന്ത് ചെയ്യുന്നു സാർ? സുഖമായിരിക്കണോ? ഞാൻ പറഞ്ഞു തന്റെ കാര്യം. അവൾക്ക് ഇഷ്ടായി തന്റെ ഈ ഉയർച്ച. താൻ എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? വരാം സാർ, ഒഴിവ് കിട്ടണ്ടേ? ചേച്ചിയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. വരൂ, തനിക്ക് എപ്പോ വേണേലും വരാലോ അവിടെ. വൈകാതെ വരാം. നീ പറ. എവളോ? 20 രൂപ. സാറേ, സാറേ. ഇതാരാ? വാവാ, കേറ്. വീട് തെറ്റെന്ന് സംശയം ഉണ്ടായിരുന്നു. നാരായണേട്ടൻ പറഞ്ഞിട്ട് ഓർമ്മയുള്ളേ. ഇരിക്കേ ഇരിക്കേ. സാറ് നിൽക്കുമ്പോ ഞാൻ ഇയാളെ കൊണ്ട് തോറ്റല്ലോ. നിമ്മി, ധാരാ വന്നിരിക്കണം നോക്കിയേ. സുധാകരൻ മുതലാളി. കളിയാക്കണ്ട സാറേ. ചേച്ചി മറന്നോ? ഏയ് മറക്കേ. ചേച്ചിക്ക് ഒരു ക്ഷീണമില്ല, പണ്ട് കണ്ടതുപോലെ തന്നെ. മോളെ, മാമന് ഓർമ്മയില്ലേ? ഓ മോളെ, ഞാൻ മറന്നു. ഒന്നും വാങ്ങിയില്ല. ഓ, അത് സാരല്ല. നിമ്മി, സുധാകരന് ഊണ് വേണം. എനിക്ക് ഊണൊന്നും വേണ്ട. എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. വേണ്ട ചേച്ചി, ആ സമയത്ത് കയറി വന്ന് ഊണ് കഴിക്കാൻ ഞാൻ അത്ര കോമൺ സെൻസ് ഇല്ലാത്തൊന്നുമല്ല. കാപ്പി എടുക്കാം, പാലില്ല. വേണ്ട ചേച്ചി, ചേച്ചി ബുദ്ധിമുട്ടണ്ട. ഞാൻ സാറിന്റെ ഒരു കമ്പനി ചോദിക്കാൻ വന്നതാ. ഒന്ന് സേലം വരെ പോണം, ഒരാളെ കാണാനാ. സാർ എനിക്കൊരു കമ്പനി തരണം. ഇപ്പോഴോ? ഇപ്പൊ ഞാനില്ല. നിമ്മി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിനെന്താ, ഇവിടെ അടുത്തടുത്ത് വീടുള്ളതല്ലേ. നമുക്ക് സാറിന് കാറും കൊണ്ട് പോകാന്നേ. പെട്രോളൊക്കെ ഞാൻ അടിച്ചോളാം. സാർ എനിക്കൊരു കൂട്ട് വന്നാൽ മതി. ഞാനില്ല സുധാകര, അത്ര ദൂരം ഓടിക്കാൻ എനിക്ക് വയ്യ. നിമ്മി സമ്മതിക്കില്ല. നമുക്ക് കുറേശ്ശെ അടിച്ചടിച്ച് വർത്താനം പറഞ്ഞ് പാട്ടും പാടി പോവാന്നേ. അതിന് സാധനം ഉണ്ടോ? ഫോറിനാ? എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ ഒന്നും നോക്കണ്ട സാറേ, പെട്രോൾ ഞാനല്ല അടിക്കുന്നത്. നമുക്ക് ജോളിയായിട്ടൊന്ന് പോയിട്ട് വരാം. സാർ ഇപ്പൊ 2 എണ്ണം അടിക്കുന്നു, ഉഷാറാവും. നിമേ, 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്ത്. ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടല്ലോ, ഇനിയും കുടിക്കണോ? നീ ഗ്ലാസ് എടുക്കണമേ. വേണ്ട, ഇവിടെ ഇല്ല ഗ്ലാസ്. അങ്ങനെ കുടിക്കില്ല സാറേ, ഞാൻ എടുക്കാം ഗ്ലാസ് വെള്ളം. വീട്ടിലും തുടങ്ങിയോ? എങ്ങടെ രാത്രിയില്? എനിക്കൊന്ന് സേലത്തിന് പോണം. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? സുധാരണ സേലത്ത് പോയിട്ടൊരു ആവശ്യമുണ്ട്. ഞങ്ങള് കാറിൽ പോവും, പെട്രോൾ അവനടിക്കും. അയാൾക്കൊരു കാറ് വാടകയ്ക്ക് വിളിച്ചു പോയിക്കൂടെ? ബാലേട്ടൻ എന്തിനാ പോണത്? അവനൊരു കൂട്ടല്ല, ഡ്രൈവർ. ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ സേലത്തിനോ കോയമ്പത്തൂർക്കോ നിങ്ങൾ ഡ്രൈവറായി പോവും. 10 പൈസ ചെലവില്ല. നല്ല ബുദ്ധി. നീ വളഞ്ഞ വഴിയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെങ്കിൽ അവനെ കൊണ്ട് ഉണ്ടാവൂ. ബാലേട്ടാ,
ഇത്ര ശുദ്ധനാവരുത്. ഇത് ശുദ്ധതയല്ല, ഫൂളിഷ്നെസ് ആണ്. നിനക്ക് ഞാനിപ്പോ ഒരു ഫൂളാണ്, എനിക്കറിയാം. സ്വയം ആവാണ്. മദ്യത്തിന് മുന്നിൽ ബാലേട്ടന്റെ ബുദ്ധിയും ബോധവും ഒക്കെ പോവും. പിന്നെ ഒരു ബഫൂൺ ആകാനും ബാലേട്ടന് മടിയില്ല. നിമി, ഇല്ല, ഞാൻ മിണ്ടണില്ല, ഒന്നും മിണ്ടണില്ല. എന്ത് സഹിക്കാൻ തയ്യാറായി വന്നവളാണല്ലോ. എന്ത് സഹിക്കാം, എന്ത്. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടെങ്കിൽ നാരായണേട്ടനോ ശാരദയെടുത്ത് വിളിച്ചിങ്ങടെ വിടാം. വേണ്ട, ആരെയും വിളിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ആ മുത്തശ്ശന്റെ ചക്കര കുട്ടിയല്ലേ? ഞാനെന്നാ വീട്ടിലേക്ക് പോട്ടെ മോളെ. ഞാൻ വന്നുകൊണ്ടാണോ? അല്ല, നാരായണന്റെ ഉച്ചയ്ക്ക് ഉണ്ടാനെത്തും. ചെന്നിട്ട് വേണം അരിയെടുപ്പ് തരാൻ. നാരായണ സുഖാണല്ലോ? അസുഖമൊന്നുമില്ല. കാറിനടിക്ക് നാളികേരുണ്ട്, വേണേ 2 എടുത്തു. വേണ്ട, വീട്ടിലുണ്ട്. പാലയൊന്നുമില്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക, വരും. അച്ഛൻ കള്ളു കുടിക്കും മുത്തശ്ശ. ഓ ആരാ എന്തിനോട് ഇങ്ങനെ പറഞ്ഞേ? അച്ഛൻ അങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ. നേരെ ഒരുപാട് ആയാലോടി. എന്നും ഇങ്ങനെയാണോ പതിവ്? നേരത്തെ വരാറുണ്ട്. കേസിന്റെ വല്ല കാര്യത്തിനും വേണ്ടി എവിടെയെങ്കിലും പോയതായിരിക്കും. അർദ്ധരാത്രിക്കല്ലേ കേസ്? ഞാൻ അറിയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ. കണ്ട ബാറിലും ഷാപ്പിലൊക്കെ ചെന്നിരിക്കുക, പരിചയക്കാരോടൊക്കെ ഇറക്കുക. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. മോളെ, നിന്നെ വിഷമിപ്പിക്കാനല്ല അച്ഛൻ പറഞ്ഞു. വിഷമം കൊണ്ടാ ലാളിച്ചു വളർത്തിട്ട് നീ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോ അമ്മ അതാ ഇങ്ങോട്ട് വരാത്ത. എല്ലാം ശരിയാവും അച്ഛാ. ഞാനും അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ എന്റെ വിശ്വാസമൊക്കെ പോയി. ഇല്ലായ്മയെന്ന് വളർന്ന വിചാരിച്ച വേണമെങ്കിൽ ഇപ്പോഴും ആവാമല്ലോ. വിചാരിക്കില്ല. ഒരു പെൺകുട്ടി ഉണ്ടെന്നെങ്കിൽ ഓർക്കണ്ടേ. കേസ് വിധിയാവുമ്പോ കടം കൊടുത്തൊക്കെ തിരിച്ചു കിട്ടുമല്ലോ. അപ്പൊ ചെയ്യണോന്ന് പറഞ്ഞ് പല ബിസിനസ്സുകളും ആലോചിക്കണുണ്ട്. കേസ് എന്ന് കഴിയാനാ? സിവിൽ കേസ് 10-12 കൊല്ലം എടുക്കും. ജീവിതത്തിൽ നല്ല കാലം പോയില്ലേ. ഞാൻ എന്തെങ്കിലും ഒരു ഏജൻസിയോ ബിസിനസ്സോ തുടങ്ങി കൊടുക്കാന്ന് പറഞ്ഞാ അഭിമാനം സമ്മതിക്കില്ല. ആര് ചെയ്ത പാവത്തിന്റെ ഫലമാണാവോ. ആ എഴുന്നള്ളിട്ടുണ്ടല്ലോ. കാറോ? വർക്ക്ഷോപ്പിൽ കൊടുത്ത് സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി കേടട്ടെ എത്ര നേരാ പണിഞ്ഞേ? അച്ഛനടിക്ക്. ഞാൻ ഉച്ചയ്ക്ക് വന്നതാ. നിന്നെ ഒന്ന് കണ്ടുപോകാന്ന് വെച്ചാ ഇത്ര നേരം കാത്തത്. അങ്ങോട്ടൊന്നും വരില്ലല്ലോ. നേരം കിട്ടണ്ടേ? അച്ഛന്റെ പൊന്നുമോൾ ഊണ് കഴിച്ചോ? മുത്തശ്ശ എവിടുന്ന ഇത്? വഴി നിന്നൊക്കെ മേടിച്ച കൊച്ചിന് കൊടുത്ത വല്ല അസുഖം വരും. ഒന്നുമില്ല, എന്റെ മോക്കൊരു അസുഖം വരില്ല. എന്റെ ബുദ്ധിമുട്ട് അവക്കറിയാം അല്ലേ മോളെ? ബാലേന്ദ്ര, ഇനി ഇങ്ങനൊക്കെ ആയാ മതിയോ? ഇതൊക്കെ മാറും. എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല. 7 രൂപയെന്ന് വളർന്ന് വലുതായതാ ഈ ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ അത് മതി ക്യാപിറ്റൽ, 7 rupees. പക്ഷെ ഇപ്പോ സമയം ശരിയല്ല. അടുത്ത ആഗസ്റ്റ് വരെ കണ്ടകശനിയാ. അതുപോട്ടെ, നിമി ചോറോളം ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങാം. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് നിന്നെ. അടുത്ത ആഴ്ച എൻ്റെ ഷഷ്ടിപൂർത്തിയാ, 7-ാം തീയതി. നമ്മളെല്ലാരും ഒന്ന് കൂടുന്നു, അത്രേ ഉള്ളൂ. നീ നിന്നും വേണം. എന്താ ഒന്നും ഉണ്ടാത്ത? നിമ്മി മോളും വരും. എനിക്കന്ന് കേസുണ്ട്. 7-ാം തീയതി ഞായറാഴ്ചയാ. ഞായറാഴ്ച എന്ത് കേസ്? ഞാൻ വരില്ല. ഞാൻ വന്നാ ശരിയാവില്ല. എല്ലാരും കൂടിയില്ലേ അങ്ങ് വേണ്ടെന്ന് വെക്കേ ഉള്ളൂ. വരും അച്ഛാ, ഞങ്ങൾ വരും. എന്താ വൈകേ? വരൂ. സത്യം പറ, ബാലേന്ദ്രനെ വിളിച്ചില്ലല്ലേ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, മൂപ്പിലാന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അച്ഛനെ നേരിട്ട് പോയി വിളിച്ചതാ. ഓ, അപ്പൊ നേരിട്ട് വിളിക്കുവല്ലേ? നമ്മളെയൊക്കെ ഫോണില് വേണേ വന്നിട്ട് കൂടാന്ന്. ആ, ഇപ്പോഴും ഇളയ മരുമോനോടാ കൂടുതൽ സ്നേഹം. ആ, വന്നല്ലോ ഹരിചന്ദ്രന്റെ ഡമ്മി. ആ, ഇതിപ്പോഴും ഉണ്ടോ നിർമ്മലയുടെ വെള്ളക്കുതിര? ഇത് 10 പെറ്റ പട്ടിയെ പോലെ ആയാലോടി നിർമ്മലേ. പഴകിയാൽ ഏത് പോലീസും ഇതുപോലെ ആകും കൃഷ്ണേട്ടാ. മിടുക്കി, നിന്റെ നാക്കിന്റെ മൂർച്ച പോയിട്ടില്ല.
ആ ചെല്ല് ചെല്ല്. ഇളയ മരുമോനെ കാണാൻ അച്ഛൻ വിഷമിച്ചിരിക്കുക. വാ നമുക്ക് എന്താ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാത്ത? വല്ല വിരോധമുണ്ടോ? എന്ത് മിണ്ടാനാ? ഞാൻ നിനക്കൊരു പേരിട്ടിട്ടുണ്ട്, ഹരിചന്ദ്രൻ. നിന്റെ വേഷവും മട്ടും ഒക്കെ കണ്ട നീ ഇപ്പോഴും ഒരു ബിസിനസ് മാഗ്നറ്റ് തന്നെ. ടിപ് ടോപ്പ്. പലരും വരുന്ന ഫംഗ്ഷൻ അല്ലേ? ആ കിടക്കട്ടെ, കുളിയില്ലെങ്കിലും കൗവീനം പെരപ്പുറത്തല്ലേ. ബാലേട്ടൻ വാ, അച്ഛൻ കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും. ആ ശരിയാ ശരിയാ, മൂപ്പിലാൻ കരച്ചിലോട് കരച്ചില്ല. ആ ഒരു മിനിറ്റ്. വൈകിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ നീ വരില്ലായിരിക്കും. അച്ഛൻ ഇപ്പഴാ സന്തോഷായേ. മുത്തശ്ശന്റെ ചക്കരക്കുട്ടിയല്ലേ. അച്ഛാ, ഇതിന്റെ വിലയും ക്വാളിറ്റിയും ഒന്നും അച്ഛൻ നോക്കരുത്. എന്താ മോളെ നീ പറയണേ? ഇതല്ലേ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം? എന്താ ഇത്? ഒരു മുണ്ടും ജുബയുവാ. ഇന്ന് അച്ഛൻ കൊടുക്കുന്നില്ല. പലവാ ആളുകളെയൊക്കെ ഒന്ന് കാണാം. വേണ്ട, ഞാനില്ല. പലരും ചോദിച്ചു നിന്നെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. ഞാനില്ല, പ്ലീസ്. ശരി, വേണ്ട, എനിക്ക് മനസ്സിലാവും. എന്നാ അകത്തേക്കല്ല, അമ്മ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുക. ഇന്ദുമോളെ, വല്യമ്മേ മറന്നു നീ. നിമ്മി, നല്ല പണിയാ നീ കാണിച്ചത്. ഇന്നലെ വരണ്ടേ? എന്തായിരുന്നു രസം. ബാംഗ്ലൂരിൽ നിന്ന് അമ്മായി അമ്മാവനും ഒക്കെ എത്തിയിട്ടുണ്ട്. വന്നപ്പോ മുതൽ നിന്നെ ചോദിക്കണതാ. വാ. ബാലേന്ദ്ര, നീ എന്താ ഒറ്റയ്ക്കോടെ വന്നിരിക്കണേ? വാ, ഊണ് കഴിക്കാം. ഇപ്പൊ വേണ്ട, എല്ലാരും കഴിക്കട്ടെ. ഞാനും നിമ്മയും കൂടെ പിന്നെ ഇരുന്നോളാം. കൃഷ്ണകുമാരൻ രാധാകൃഷ്ണനൊക്കെ ഇരുന്നു. അവരിരിക്കട്ടെ അച്ഛ, ഞാൻ വന്നാൽ ശരിയാവില്ല. ഞാൻ പിന്നെ ഇരുന്നോളാം. ഇതേതാ ഈ മുണ്ടും ജുബേ? ബാലനും നിമ്മയും കൊണ്ട് തന്നാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വാ, നമുക്കിരിക്കാം. അവന്റെ ഇഷ്ടത്തിന് ഉണ്ണട്ടെ. അച്ഛനും അമ്മയൊക്കെ ഇരുന്നോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. പിന്നെ അപ്പിറ്റൈസർ വല്ലതും വേണമെങ്കിൽ ഹോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പമാർക്ക് ഒച്ച ഉണ്ടാക്കാതെ ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ചു. മടിയൊന്നും വിചാരിക്കണ്ട. ഇഷ്ടം പോലെ കഴിക്കാൻ അവകാശം അധികാരമുള്ളവനാ. ഇവന്മാരെക്കാൾ കൂടുതൽ കഴിക്കാൻ അവകാശമുണ്ട്. അറിയോ? അറിയാം സാർ. എന്തറിയാം? ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ഓ അത് ശരി, ആരും അറിയാണ്ട് വന്ന് കേറ്റുമായിരുന്നോ? അതെ. സാറിന് വല്ല നഷ്ടമുണ്ടോ? നഷ്ടോ? എനിക്കെന്ത് നഷ്ടം? ഊണ് കഴിച്ചപ്പോ കണ്ടില്ല, ഞാൻ വിചാരിച്ച് പിണങ്ങിയിരിക്കുകയാണെന്ന്. ഒന്ന് പറഞ്ഞെങ്കിൽ ഒരു കമ്പനി തരായിരുന്നു. നോനോ, നമ്മൾ തമ്മിൽ ഒരു കമ്പനി ഇല്ല. അത് വേണ്ട. ബാലേന്ദ്രൻ പുകഞ്ഞ കൊള്ളിയ, അപ്പൊ പുറത്ത് നിൽക്കണം. നമ്മളൊക്കെ വലിയ വലിയ പോലീസ് ഓഫീസർമാരും വക്കീലന്മാരും ഒക്കെ അല്ലേ. ഞാനൊരു പാവം വഴിയാധാരം. കൃഷ്ണേട്ടൻ വെറുതെ തമാശ പറഞ്ഞാണ് കേട്ടോ. ബാലേന്ദ്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓ, സാറ് വലിയ തമാശക്കാരനാണല്ലോ, എനിക്കറിയാം. ഞാൻ വന്നപ്പോ എന്താ പറഞ്ഞേ? കൗബീനം പുറത്തിട്ടേച്ച് വന്നിരിക്കുകയാണെന്നോ? സാറേ, പോലീസൊക്കെ അവിടെ സ്റ്റേഷനിൽ. അവിടെ DSP ആകാം, SP ആകാം, IG ആകാം. അത് അവിടെ മതി. ഇവിടെ മനുഷ്യന് വെറും ഒറ്റതൊക്കെ കള്ളു കുടിച്ചിട്ടുണ്ട്, അത് ഞാനും കുടിച്ചിട്ടുണ്ട്. പക്ഷെ വർത്തമാനം സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ DYSP ആരാ SP ആരാന്ന് ഞാൻ കാണിച്ചു തരും. പോട്ടെ. താൻ എന്ത് ചെയ്യും? ബാലേന്ദ്രൻ മൂക്കി വലിക്കോ? ബാല പോട്ടെ പോട്ടെ, ക്ഷമിക്കാം പ്ലീസ്. സംസാരിക്കുമ്പോ താനും സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ ബാലേന്ദ്രൻ ആരാണ് താൻ അറിയും. എന്താ ആകെ നശിപ്പിച്ചല്ലോ. എന്നെ നാണം കെടുത്താനാണോ രണ്ടാളും കൂടെ? എന്തറിയാനാണ്? കൃത്യമായിട്ട് അറിയാൻ തന്നെ. വേണ്ട, ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണേ? ദ്രോഹിച്ചു? ഞാൻ ആരാ ദ്രോഹിച്ചു? മഴ നിർത്തേ. ഞാനൊന്നും പറയണ്ട. എല്ലാരും ഒന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് തന്നെ പോകണം. സുഭദ്രേ, ഈ നിമിഷം നമ്മളോട് തിരക്കണം. കൃഷ്ണ, പോട്ടെ, ഇതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാണ്. ഇനി ഈ വീട്ടിൽ ഇവന് ഞാനോട് ശരിയാവില്ല. ഒന്നുകിൽ ഇവൻ, അല്ലെങ്കിൽ ഞാൻ. ആരും വിഷമിക്കണ്ട. ബാലേന്ദ്രൻ പണ്ടേ പുറത്താ. അകത്ത് കിടക്കാൻ ഒരു താല്പര്യമില്ല. നിമ്മി മോളെടുക്ക്. ബാലേന്ദ്ര, ഇന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് ഇത്തിരി സമാധാനം എന്താ? ഞങ്ങൾ ഉണ്ടാവുന്നു നിങ്ങൾക്കൊക്കെ സമാധാനക്കേടാണ്. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടുന്ന പ്രശ്നമില്ല. എന്താ, നീ വരുന്നോ? ഇല്ലേ? വരുന്നില്ലേ? വേണ്ട. മോളെ, ബാലേന്ദ്രനോട് പോരെന്ന് പറ. പോട്ടെ, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ശത്രുക്കളാവും.